ഇന്റലിജൻസ് നമ്മൾ സ്റ്റഡി. അടുത്ത ഷെയ്ഡ് വരുന്നത് പീച്ചിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം ഇതിന്റെ ഡാർക്ക് ഒരു ടൊമാറ്റോ റെഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. എല്ലാത്തിനും ബോട്ടം കളർ വരുന്നത് ഈ പോർഷനിലോട്ട്, രണ്ട് സൈഡിലും ഈ പോർഷനിലോട്ട് വരുന്ന കളർ വെച്ചിട്ടാണ്. മുമ്പത്തെ ആണെങ്കിലും ഗ്രീൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ സൈഡിലത്തെ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടാണ് അത് മാച്ചിങ് വരുന്നത്. അപ്പോൾ അത് കോൺട്രാസ്റ്റിൽ നിൽക്കുമ്പോൾ നല്ലതാണ്. നമ്മൾ കറക്റ്റ് തയ്ച്ചെങ്കിലേ ഉള്ളൂ ആ ഒരു പോർഷൻ എടുത്ത് നിൽക്കുകയുള്ളൂ. ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയല്ലേ കാണുന്നുള്ളൂ, ശരിക്കും അല്ലാതെ കാണാൻ നല്ലതാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഭയങ്കര റെഡല്ല, നമ്മുടെ ഒരു പിങ്ക് മിക്സ്ഡ് റെഡ് കളറിലെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഷിഫോൺ മെറ്റീരിയൽ തന്നെ നമുക്ക് ആ ഒരു ഡെയിലി യൂസർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. എപ്പോഴും ജോലിക്കൊക്കെ പോകുന്നവർക്ക്, മറ്റേ സൈസ് ഷോളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളവർക്ക് ഷിഫോൺ തന്നെ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പം കറക്റ്റ് ഇങ്ങനെ വേണമല്ലോ, എങ്ങനെയാണെങ്കിലും ഇടാൻ നല്ല എളുപ്പമായിട്ടുള്ളൊരു മെറ്റീരിയൽ. അതുകൊണ്ട് ഷിഫോൺ തന്നെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഐറ്റം. പിന്നെ ഇത് റഫായിട്ട് യൂസ് ചെയ്യാനും കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ. അങ്ങനെ വേറെ വർക്ക് അങ്ങനെ പോകുന്ന വർക്കുകളൊന്നുമില്ല. ഇതെല്ലാം ഹാൻഡ് വർക്ക്, ചെറുതായിട്ട് ഗ്ലാസ് വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പോകുന്നൊന്നുമല്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. സെയിം തന്നെ, എക്സ്ട്രാ എംബ്രോയ്ഡറി വർക്ക് ഇല്ലെന്നുള്ളതേ ഉള്ളൂ, മറ്റേതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 304, റേറ്റ് 1340. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും നല്ല പിങ്കിൻ്റെ ലാവണ്ടറിനോട് ഒരു ബ്ലെൻഡർ ടൈപ്പ് കളറാണ് കേട്ടോ. രണ്ട് കളർ കോമ്പിനേഷനും നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ബോട്ടം വരുന്നത്, പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ. ഇതാണ് ദുപ്പട്ട കേട്ടോ, നല്ല ലെങ്ത് ഉള്ള ഐറ്റം. ബാക്ക് സൈഡ് കണ്ടല്ലോ, മുമ്പേ കാണിച്ചല്ലോ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ലൈറ്റും ഡാർക്കും അങ്ങനെ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്പർ AC 301, റേറ്റ് 1340.